ഹായ് നമസ്കാരം. ടീസ്റ്റ് കോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂരജ്. ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോഷോപ്പിൽ നിർമ്മിക്കുന്നത് എന്നാണ്. ഉദാഹരണമായി നിങ്ങൾക്കിപ്പോൾ PSC ഫോമിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിലോ രജിസ്റ്റർ ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ചില നിബന്ധനകളും അവർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി ഞാനിപ്പോൾ PSCയുടെ ആപ്ലിക്കേഷൻ ഫോറത്തിൻ്റെ അവരുടെ റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. അതായത് JPG ആയിരിക്കണം, ഡയമെൻഷൻ 150 പിക്സൽ ഇൻറ്റു 200 പിക്സൽ ആയിരിക്കണം. അതായത് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ആദ്യം കാണുന്ന വിഡ്ത്ത് ആണ്, അടുത്ത് കാണുന്നത് ഹൈറ്റ് ആണ്. പിന്നെ അത് കൂടാതെ ശ്രദ്ധിക്കണം, മാക്സിമം ഫയൽ സൈസ് 30 KB ആണ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഞാൻ എൻ്റെ ഫോട്ടോഷോപ്പ് ഓപ്പണാക്കി. ഫോട്ടോഷോപ്പ് ഓപ്പണാക്കിയ ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫയൽ മെനു പോവുക, അതിനുശേഷം ന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യാവുന്നതാണ്. അവർ പറഞ്ഞിരിക്കുന്ന സൈസ് വിഡ്ത്ത് 150 പിക്സലാണ്. അപ്പോൾ നിങ്ങളിവിടെ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചസ്, സെൻറ്റിമീറ്റേഴ്സ് പല അളവുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് ആവശ്യം പിക്സൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പിക്സൽസ് കൊടുത്തു. അത് 150 ആണ് വേണ്ടത്. അതായത് വിഡ്ത്ത് 150. ആദ്യം കാണുന്നത് വിഡ്ത്ത് ആണ്. അടുത്തതായി കൊടുക്കേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് നമുക്ക് വേണ്ടത് 200 പിക്സലാണ്. ഞാനിവിടെ 200 പിക്സൽ കൊടുത്തു, പിക്സൽസ് കൊടുത്തു. നമ്മൾ എപ്പോഴും ഇതിൻ്റെ റെസൊല്യൂഷൻ കുറച്ചിടണം, കാരണം നമുക്ക് സൈസ് 30 KB നിൽക്കണം എന്നൊരു കണ്ടീഷനുണ്ട്. സോ ഞാനിവിടെ എൻ്റെ റെസൊല്യൂഷൻ 96 കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് സൈസ് കാണാൻ പറ്റും എത്രയാവുമെന്ന്. അതായത് 87.9K എന്ന് കാണാൻ പറ്റും. ഏകദേശം ഇത്ര KB വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചാൽ മതി. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കിട്ടുന്നതാണ്. ഇനി ഇത് വലുതാക്കാൻ കൺട്രോൾ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ വലുതാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കണ്ടാൽ എല്ലാം ഏകദേശം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു വിൻഡോ കിട്ടി. അടുത്തതായി നിങ്ങൾക്ക് ഫോട്ടോ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ കൊണ്ടുവരണം. അതിനായി നിങ്ങൾക്ക് രണ്ട് രീതികൾ ഉപയോഗിക്കാം. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഫോട്ടോ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചിടാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചിടാവുന്നതാണ്. ഞാൻ ഉദാഹരണമായി കാണിച്ചു തരാം. ഇപ്പോൾ ഇതെൻ്റെ ഫോട്ടോയാണെങ്കിൽ എനിക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ പോയി ഓപ്പൺ ചെയ്ത ശേഷം, ഞാനിപ്പോൾ എൻ്റർ അടിച്ചത്, അതിനുശേഷം ഞാൻ ഫയൽ ഓപ്പൺ കൊടുത്തു. ഇനി ഞാനത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ എനിക്ക് പുതിയൊരു വിൻഡോയിലായിരിക്കും കിട്ടുക. ഇത് നിങ്ങൾ കൺട്രോളായി പ്രസ് ചെയ്ത ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. മൂവ് ടൂൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ച് ഇപ്പുറത്തെ ടാബിൽ കൊണ്ടുപോയി ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഡ്രാഗ് ചെയ്ത്, ഞാൻ ആദ്യം കാണിച്ച പോലെ ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ വിൻഡോയിൽ ഇടുക എന്നായിരിക്കും. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ ഇത് സൈസിനേക്കാളും വലുതായിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് എപ്പോഴും ഇത് റീസൈസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മൂവ് ചെയ്താൽ ഇത് ഏകദേശം കറക്റ്റ് സൈസ് ആയിരിക്കുന്നത് കാണാം. ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വളരെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്കിത് Ctrl+T അടിക്കുക. അതായത് നിങ്ങളുടെ കീബോർഡിൽ Ctrl+T അടിക്കുക. അപ്പോൾ ഫോട്ടോയുടെ ഇങ്ങനെ ഒരു റീസൈസബിൾ ബട്ടൺ കിട്ടും. നിങ്ങൾക്കിത് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിച്ച്, അതായത് ഈ മൂവ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് താഴത്തോട്ടും മുകളിലോട്ടും മാറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അപ്പ് ആരോ ഡൗൺ ആരോ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഏകദേശം ആയിരിക്കുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിക്കും, ഈ തല ഫുള്ളായിട്ട് മുകളിലോട്ട് പോയിരിക്കുന്നത് കാണാം. നിങ്ങൾക്കിത് എപ്പോഴും നിങ്ങളുടെ ഫോട്ടോ Ctrl+T പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ താഴത്തോട്ട് നീട്ടി, അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് കുഞ്ഞിതാക്കി. ഇനി നിങ്ങൾ എൻ്റർ അടിച്ചാൽ, അതായത് നിങ്ങളുടെ കീബോർഡിൽ എൻ്റർ അടിച്ചാൽ ഇത് കറക്റ്റ് ആവുന്നതാണ്. ഇനി ഇവിടെ നമ്മുടെ സാമ്പിൾ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ നെയിം ഇവിടെ കൊടുക്കണം. അതിനുശേഷം ഡേറ്റ് ഓഫ് ഫോട്ടോ ടേക്കൺ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ നെയിം ഇവിടെ കൊടുക്കണം. അതിനായി ഞാനിവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ പ്രസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള ഫോണ്ട് തിരഞ്ഞെടുക്കാം.
എപ്പോഴും ഏരിയയിലായിരിക്കും സ്റ്റാൻഡേർഡ്. സോ ഞാനിവിടെ ഏരിയയിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും. ഞാനിപ്പോൾ ജോൺ എന്ന് കൊടുത്തു. ഇവിടെ എപ്പോഴും ഈ ഫോണ്ടിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കണം. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊണ്ടുവരിക. എനിക്ക് ബ്ലാക്ക് ആണ് വേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബ്ലാക്ക് ആയിരിക്കുന്നതാണ്. പിന്നെ എപ്പോഴും ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സോ ഞാൻ ക്യാപ്സ് ലോക്ക് നീക്കി അതിനുശേഷം ജോൺ കൊടുത്തു. ഇനി അടുത്ത് വേണം നമുക്ക് ഫോട്ടോ എടുത്ത ഡേറ്റ് ആണ്. നമുക്ക് താഴെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഫോട്ടോ ഏകദേശം താഴെ വളരെ അടുത്താണ് നിൽക്കുന്നത്. നമുക്കിത് കുറച്ച് ചെറുതാക്കാവുന്നതാണ്. സോ ഞാൻ Ctrl+T അടിച്ചു. എപ്പോഴും ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ലെയർ. ഈ ലെയറിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ ലെയറാണ് നമ്മുടെ മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ലെയർ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇനി ഞാനിത് Ctrl+T പ്രസ് ചെയ്ത് കുറച്ച് മുകളിലോട്ട് വലിച്ചു. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ ലെറ്റർ കുറച്ച് മുകളിലോട്ട് പോകണം. അതിനായി ഞാനിവിടെ ജോൺ എന്ന നമ്മുടെ ഈ ലെറ്റർ ക്ലിക്ക് ചെയ്തു. ഇനി കീബോർഡിലെ അപ്പ് ആരോ ഉപയോഗിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ച് അത് മുകളിലോട്ട് നീക്കാവുന്നതാണ്. സെൻറ്റർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴെ ഫോട്ടോ എടുത്ത ഡേറ്റ് നമുക്ക് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായി നിങ്ങൾക്ക് ഈ ടീം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എടുത്ത ഡേറ്റ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 30-ാം തീയതിയാണ് എടുത്തെങ്കിൽ 30/12/2014 നമ്മുടെ ഡേറ്റ് ആയിരിക്കുന്നതാണ്. പിന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് എൻ്റർ ഞെക്കിയാൽ കറക്റ്റ് ആവില്ല, കാരണം അടുത്ത ലൈനിലോട്ട് പോകും. ഇത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൽ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ആരോ ഉപയോഗിച്ച് ഈ സെൻറ്ററിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോ റെഡി ആയിരിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫയൽ പോവുക, അതിനുശേഷം സേവ് ആസ് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എക്സ്റ്റൻഷൻ മാറ്റണം. അതിനായി ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണ്ടത് JPG ആണ് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ്. ഞാനിവിടെ JPG കൊടുത്തു. ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പേര് കൊടുക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ സേവ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ ഞാനിവിടെ ക്വാളിറ്റി കൊടുത്തിരിക്കുന്ന 8 ആണ്. നിങ്ങളുടെ ഫോട്ടോയുടെ അനുസരിച്ച് സൈസ് അനുസരിച്ച് നിങ്ങൾക്കിവിടെ ക്വാളിറ്റി കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫുൾ കൊടുത്താൽ എനിക്ക് ക്വാളിറ്റി ഫുൾ കിട്ടുന്നതാണ്. നിങ്ങളിവിടെ പ്രിവ്യൂ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് അറിയാൻ പറ്റും. ഞാനിവിടെ ഫുൾ കൊടുത്താൽ എനിക്ക് 50.4K വന്നു. നമുക്ക് വേണ്ടത് നിങ്ങളിപ്പോൾ സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ ആണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ളത് ഹൈ റെസൊല്യൂഷൻ പിക്ചർ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഒരു 300-400 KB ഒക്കെ വരും. നിങ്ങളത് സൈസ് ഇവർ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷനിലോട്ട് മാറ്റുമ്പോൾ അത് സൈസ് കുറയുന്നതാണ്. അതായത് 120-130 KB ഒക്കെ വരുന്നതാണ്. നമുക്ക് വേണ്ടത് 30 KB ആണ്. സോ നമ്മൾ ഇത് കറക്റ്റ് ആവുന്നവരെ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് താത്തിക്കൊണ്ടുവരിക. ഞാൻ ഇപ്പോൾ 8 കൊടുത്തു. 8 കൊടുത്തപ്പോൾ 36.6K ആണ് കിട്ടിയത്. ഞാൻ മീഡിയം ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ മീഡിയം കൊടുത്താൽ എത്ര വരും? 35 വരും. സോ ഞാനിവിടെ മീഡിയം കൊടുത്തു. ഇനി വേറൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ മീഡിയം കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ സേവ് ആയിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിതെടുത്താൽ എനിക്ക് കാണാം ഇത് എത്രയുണ്ട്? 26.8 KB ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ടപ്പോൾ എത്രയായിരുന്നു അത് ഏകദേശം 32.1 KB ആയിരുന്നു നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ടത്. അവർ ഏകദേശമാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏകദേശം ഒരു മീഡിയം ഫയൽ വെക്കുക. ഓക്കെ, മീഡിയം ഫയൽ വെച്ചത് ശേഷം നിങ്ങൾ സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കറക്റ്റ് സൈസ് കാണാവുന്നതാണ്. ഇതിപ്പോൾ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ ഇവിടെ അപ്പിയർ ഇരിക്കുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം സൈസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഫോട്ടോഷോപ്പ് ചെന്നിട്ട് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാവുന്നത്? ഒരു പാസ്പോർട്ട് സൈസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടിയിട്ട് നിശ്ചിത അളവിൽ നിങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കിപ്പോൾ ഇത് പെയിന്റിലും നിങ്ങൾക്ക് ഈ എക്സാക്റ്റ് സാധനം ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഷോപ്പ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ട, കാരണം ഇത് പെയിന്റ് ഉപയോഗിച്ച് MS പെയിന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് സെയിം രീതി ചെയ്യാവുന്നതാണ്. കുറച്ച് ടഫ് ഉണ്ടെന്ന് മാത്രം. അടുത്തതായി നമുക്ക് പെയിന്റ് ഓപ്പൺ ആക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനു പോയിട്ട് പെയിന്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ പെയിന്റ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പെയിന്റ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ട പോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ചിടാൻ പെയിന്റിൽ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോക്യുമെന്റ് ഇവിടെ ഓപ്പൺ ചെയ്യണം. സോ ഞാനവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഡ്രാഗ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന കാണാം. ഇതിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം.
200 × 252 ആണ് ഇതിൻ്റെ സൈസ് കിടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് അല്ല. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ റീസൈസിൽ പോവുക, എന്നിട്ട് ഇവിടെ പിക്സൽസ് കൊടുക്കുക. അതായത് ഇവിടെ പോവുക, റീസൈസിൽ പോവുക, എന്നിട്ട് ഇവിടെ പിക്സൽ കൊടുക്കുക, മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ മാറ്റുക. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ എത്ര വേണം? 150 വേണം. വെർട്ടിക്കൽ ഹൈറ്റ് വേണ്ടത് 200 വേണം. ഞാൻ 200 കൊടുത്തു. ഇനി ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ സൈസ് ഫുള്ളായിട്ട് ഇത് ചെറുതായിരിക്കും നമുക്ക് കാണാം. കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അടിയിൽ ഇതിൻ്റെ ഡയമെൻഷൻ കാണാം, 150 × 200. ഇനി നമുക്ക് വലുതാക്കണം, കാരണം ഇത് ഒത്തിരി ചെറുതായിപ്പോയി. ഈ സൂം ബട്ടൺ ഉപയോഗിച്ച് നമുക്കിത് വലുതാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം? നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഫോട്ടോഷോപ്പിൽ കണ്ട പോലെ ഇത് മൂവ് ചെയ്യൽ നടക്കില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇനി നമുക്കിവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? നമുക്കിവിടെ റെക്റ്റാങ്കിൾ എടുക്കാം. ഞാനിവിടെ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് വേണ്ട ഏരിയ ഇവിടെ കൊടുക്കുക. എനിക്ക് വേണ്ടത് ഇപ്പോൾ ഇത്ര ഏരിയ ആണ് പോകേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ ഇത്ര ഏരിയ സെലക്ട് ചെയ്തു. ഇനി എനിക്കിത് വേണമെങ്കിൽ വലിച്ച് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇത്രയും സെലക്ഷനിലെത്തി. ഇനി ഞാൻ ഡിലീറ്റ് ചെയ്താൽ അത്രയും ഭാഗം വൈറ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ലെറ്റർ കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈസ് വലുതാക്കാം. ഇനി ഞാൻ ഡിലീറ്റ് കൊടുത്താൽ എനിക്ക് എത്രയും ഭാഗം എന്ത് ചെയ്തു? എനിക്ക് എത്രയും ഭാഗം പോയിരിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗത്തെ ഓക്കെ, ഇപ്പോൾ പ്യുവർ വൈറ്റ് ആയിരിക്കുന്നതാണ്. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യണം? പേര് കൊടുക്കണം. പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ പേര് കൊടുക്കാവുന്നതാണ്. എന്താണ് പേര്? നമ്മൾ ജോൺ എന്നാണ് കൊടുത്തത്. ഞാൻ ജോൺ കൊടുത്തു. ഇതിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സൈസ് ഇവിടെ കുറച്ച് ഇഷ്ടമുള്ള സൈസ് ആക്കാം. നിങ്ങളത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇത് കറക്റ്റ് പൊസിഷനിൽ എത്തിക്കേണ്ടതാണ്. ഇപ്പോൾ കറക്റ്റ് പൊസിഷനിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ താഴത്തോട്ട് പോയിന്റ് മാറ്റുമ്പോൾ ഇങ്ങനെ ഒരു ആങ്കർ ആയി കാണാം. ഇപ്പോൾ നമുക്ക് ഇത് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മാറ്റാവുന്നതാണ്. ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് വേറെ ടെക്സ്റ്റ് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ അടുത്ത് ടെക്സ്റ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ശേഷം എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ടെക്സ്റ്റിൻ്റെ ബോക്സ് മാറുന്നതാണ്. ഇനി അടുത്ത പുതിയ ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ടത് എത്രയാണ് ഡേറ്റ്? 31 ആണെങ്കിൽ 31/12/2014 ഡേറ്റ് എങ്കിൽ ആ ഡേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ വലിച്ച് കുറയ്ക്കാവുന്നതാണ് എൻ്റെ സൈസ്. ബട്ട് എപ്പോഴും ഇവിടെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സൈസ് കുറയ്ക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്കിങ്ങനെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കിവിടെ ഇതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ മാറ്റാവുന്നതാണ്. എന്നിട്ട് പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ കണ്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം പെയിന്റിലും ഈ സെയിം സാധനം തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനി സേവാസ് കൊടുത്ത് JPEG കൊടുത്താൽ കറക്റ്റ് ആയിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ഇതിൻ്റെ സൈസ് കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ പാസ് 2 എന്ന് പറഞ്ഞു കൊടുത്തു, സേവ് കൊടുത്തു. ഇനി ഞാനിവിടെ വന്ന് ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് സൈസ് 25 ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് സൈസ് കറക്റ്റായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വേറെ വീഡിയോസ് കാണാൻ എൻ്റെ ചാനലിൽ വരിക, YouTube/Teach2Code വരിക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് തികച്ചും സൗജന്യമായി. അപ്പോൾ താങ്ക് യു.